അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ആ അടിയന്തരാവസ്ഥ കാരണം കൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധിയും കോൺഗ്രസും പരാജയപ്പെട്ടു. ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും തങ്ങളുടെ മണ്ഡലങ്ങളിൽ കെട്ടിവച്ച പണം പോലും കിട്ടാതെ തോറ്റുപോയി. അങ്ങനെ ഗതികെട്ടു. ഇന്ദിരാഗാന്ധിയുടെ അമിതാധികാര കാലഘട്ടത്തിൽ ഭരണം ഉപയോഗിച്ചവരും കാര്യം നേടിയവരും കാര്യം നടത്തിയവരുമൊക്കെ പാർട്ടി വിട്ടുപോയി. അവർ ശക്തമായിട്ട് ഇന്ദിരാഗാന്ധിയെ വിമർശിക്കുന്ന പാർട്ടിയായി റെഡ്ഡി കോൺഗ്രസ് എന്നായിരുന്നു ആദ്യം. കേരളത്തിൽ പിന്നെ വേറൊരു കോൺഗ്രസ് ഉണ്ടാക്കിയ ആൻ്റണി കോൺഗ്രസ്. ഇതൊക്കെ ഇന്ദിരാവിരുദ്ധ ശത്രുക്കളായിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധിയെ ഇങ്ങനെ ആവശ്യം വരുമ്പോൾ കൂട്ടുപിടിക്കുകയും ആവശ്യം കഴിഞ്ഞാൽ തള്ളിപ്പറയുകയും ശരിയല്ല എന്ന അഭിപ്രായമുള്ള ആളുകളെല്ലാം ഒരുമിച്ച് കൂടി. ആ കൂട്ടത്തിലായിരുന്നു ഞാനും. അങ്ങനെ ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായിട്ട് പ്രസംഗിക്കാനും സംഘടിപ്പിക്കാനും ഞാനൊക്കെ കോടതി വിട്ട് പുറത്തിറങ്ങി. ഞാനന്ന് പ്രധാനമായി പറഞ്ഞത് നല്ല കാലത്ത് കൂടെ നിന്നവർ, കാര്യം നേടിയവർ ദുർഘടഘട്ടത്തിൽ തള്ളിപ്പറയുന്നത് വഞ്ചനയാണ്, ചതിവാണ് എന്നുള്ള രീതിയിൽ അങ്ങ് പ്രചരിപ്പിച്ചു. കുറേ ആളുകളെ കിട്ടി. ഇന്ദിരാ കോൺഗ്രസിൻ്റെ വേദി ഞങ്ങൾ ശക്തിപ്പെടുത്തി. അങ്ങനെ നല്ല നിലയിൽ കേരളത്തിൽ ഇങ്ങനെ വരികയാണ്. അതിന് വേറെ ഭരണം കിട്ടുന്നോ ഭാവി നന്നാവുമെന്നോ ഒരു ലക്ഷ്യവും അപ്പം ഇല്ല. ഈ അനീതിക്കെതിരായി വഞ്ചനക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം, ആ പോരാട്ടം ശക്തിപ്പെട്ടു വരുമ്പോൾ ഇന്ദിരാ കോൺഗ്രസ് സംഘടിച്ചു വരികയാണ്. ഈ വിവരം മനസ്സിലാക്കി അതിൻ്റെ സംസ്ഥാനത്തിൻ്റെ നേതാവായി വന്നത് KM ചാണ്ടിയായിരുന്നു. കരുണാകരൻ അതിൻ്റെ മുൻപന്തിയിൽ ഉണ്ടെന്ന് മാത്രം. KPCCI പ്രസിഡന്റ് KM ചാണ്ടിയാണ്. ഈ KM ചാണ്ടി സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചു. ആ സംസ്ഥാന കമ്മിറ്റിയിൽ ഒരംഗമായിട്ട് എന്നെയും തിരഞ്ഞെടുത്തു. അത് ഡൽഹിയിൽ നിന്ന് നോമിനേറ്റ് വന്നാണ്. ആ നിലയ്ക്ക് നിൽക്കുന്ന അവസ്ഥ ഞാൻ എൻ്റെ പണി കോടതിയിൽ പോകും, ബാക്കിയുള്ള മുഴുവൻ പ്രസംഗിക്കുന്നതിൽ പൂർണ്ണമായി പ്രസംഗം തന്നെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് DCC ഉണ്ടാക്കാനുള്ള നിർദ്ദേശം വന്നത്. അതിനിടക്ക് ഇന്ദിരാ കോൺഗ്രസ് രൂപീകരിക്കാൻ വേണ്ടി ഡൽഹിയിൽ ഇന്ദിരാഗാന്ധി വിളിച്ചു ചേർത്ത ഒരു യോഗം. അതിൽ കേരളത്തിൽ നിന്ന് പങ്കെടുത്തത് 2 ആളായിരുന്നു. ഒന്ന് PS ജോൺ, കോട്ടയം DCC പ്രസിഡന്റ്, മറ്റൊന്ന് സേവിയർ അറക്കൽ. ഇങ്ങനെ 2-3 ആളുകളെ ഡൽഹിയിൽ പോയുള്ളൂ. നമ്മുടെ ബഹുമാനപ്പെട്ട കരുണാകരനും അതുപോലെ പ്രഗത്ഭരായ ആളുകളൊന്നും അന്ന് പോയില്ല. കാരണം എവിടെയാണ് നന്നാവുക എന്ന് നോക്കി അങ്ങനെ നിന്നു 2 ദിവസം. അവിടെ നിന്ന് നോമിനേറ്റ് ചെയ്ത് വന്ന സംഘടനയാണ് KM ചാണ്ടി പ്രസിഡൻറ്റും. ഒരു സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചു. മലപ്പുറത്തിൽ നിന്ന് ആ കമ്മിറ്റിയിൽ അംഗമായിട്ട് ഞാനും ഉൾപ്പെട്ടിരുന്നു. ഈ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രവർത്തനം ശക്തിയായി വന്നു. വലിയ ഒരു റാലി സംഘടിപ്പിച്ചു മഞ്ചേരിയിൽ. ആ റാലി സംഘടിപ്പിച്ച വിവരം കേട്ടറിഞ്ഞ് വന്ന ആളാണ് ബഹുമാന്യനായ കരുണാകരൻ. അദ്ദേഹം വന്ന് MP ഗംഗാധരൻ അന്ന് സജീവമായി വന്ന കാലമാണല്ലോ. അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന് ആ റാലിയൊക്കെ കണ്ട് മടങ്ങിപ്പോയൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ 2 നേതാക്കൾ മഞ്ചേരി വന്ന് എൻ്റെ വീട്ടിൽ കയറി വന്നു. ഒന്ന് KG അടിയോടി, മറ്റൊന്ന് MM ജേക്കബ്. ഈ 2 ആളും വന്നത് ഈ കമ്മിറ്റി രൂപീകരിക്കാനാണ്. അവർ 2 ആളും 2 മണി മുതൽ രാത്രി 9 മണി വരെ ഞാനുമായി സംസാരിച്ചു. ഞാൻ പ്രസിഡൻ്റായിക്കൊണ്ടൊരു കമ്മിറ്റി വരണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവരോട് ഞാൻ വളരെ ദയനീയമായിട്ട് പറഞ്ഞു, എൻ്റെ സ്ഥിതി വളരെ ബുദ്ധിമുട്ടാണ്. കോടതിയിൽ പ്രാക്ടീസ് നന്നായി വരുന്നേ ഉള്ളൂ. മക്കൾ 3 വൈഫിന് സുഖമില്ല. അതുകൊണ്ട് എൻ്റെ കഴിവിൽപ്പെട്ട പണി ഞാൻ എടുക്കാം. എനിക്ക് പ്രസിഡൻ്റ് സ്ഥാനം ഏറ്റെടുക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. എൻ്റെ പണി നഷ്ടപ്പെട്ടാൽ പലതും ഞാൻ ബുദ്ധിമുട്ടും. അങ്ങനെ അവർ പറഞ്ഞിട്ട് ഞാൻ നിർബന്ധം വഴങ്ങാതെ വന്നപ്പോൾ അവർ മടങ്ങിപ്പോയി. 4-ാമത്തെ ദിവസം ലീഡർ കരുണാകരൻ നേരിട്ട് വന്നു. അദ്ദേഹം വന്ന് എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ കാറ് നിർത്തിയപ്പോഴാണ് ഞാൻ കാണുന്നത്. അകത്ത് കയറി റൂമിലിരുന്ന് എന്നെ അടുത്ത് വിളിച്ചിരുത്തി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ DCC പ്രസിഡൻ്റായി വരണം. അപ്പോൾ ഞാൻ ചോദിച്ചു, MP ഗംഗാധരൻ ഏതായാലും പ്രാക്ടീസ് നിർത്തി MLA ഒക്കെ ആയി നടന്ന ആളാണ്, അദ്ദേഹത്തെ ആക്കിക്കൂടെ? അപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തെ ആക്കിയാൽ ബഹുജനങ്ങളുടെ ഇടയിൽ ബന്ധമില്ല, അവരെ കിട്ടിക്കൊള്ളണമെന്നില്ല, അതിനിപ്പോൾ നല്ലത് നിങ്ങൾ ഏറ്റെടുക്കലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടും, പ്രാക്ടീസ് പോയാൽ കഷ്ടപ്പെടും,
കുടുംബത്തിലിങ്ങനെ വിഷമം. അപ്പം അദ്ദേഹം പറഞ്ഞ ആ വളരെ ദയനീയമായൊരു സംഗതി ഞാൻ സുഖത്തോടു കൂടിയാണ് ഇപ്പോൾ ഓർക്കുന്നത്. നീ ആ സ്ഥാനം ഏറ്റെടുക്ക്, നിനക്ക് എന്ത് നഷ്ടം വന്നാലും ഞാൻ നോക്കും, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. ആ ഉറപ്പിൻ്റെ മേൽ ഞാൻ സമ്മതിച്ചു. ഞാൻ ഐ വിഭാഗത്തിൻ്റെ ജില്ലാ കമ്മിറ്റി പ്രസിഡൻ്റായി അവരോധിക്കപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ DCC പ്രസിഡൻ്റാവുന്നത്. പിന്നെ അങ്ങ് പോയതൊരു പോക്ക് തന്നെയാണ്. ആ പോക്ക് വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ മുഴുവനും ഓടി നടന്ന് കോൺഗ്രസിനെ സംഘടിപ്പിച്ചു. ഈ ഒരൊറ്റ വാദമേ ഉള്ളൂ. നല്ല കാലത്ത് അധികാരത്തിലിരുന്ന് അത് ദുർവിനിയോഗം ചെയ്ത് അക്രമം നടത്തി കാര്യങ്ങൾ നേടുക, കുഴങ്ങിയപ്പോൾ തള്ളിപ്പറയുക, ഈ വഞ്ചകന്മാരെ ഒറ്റപ്പെടുത്തണം എന്ന പ്രചാരവേലക്ക് നല്ല അഡ്വാൻസ് ചെയ്തു മുന്നോട്ട് പോയി. അങ്ങനെയാണ് കോൺഗ്രസ്സിൽ വന്നത്. അതങ്ങനെ പോയി 1980 തിരഞ്ഞെടുപ്പ് വന്നു. വിഭാഗത്തിൻ്റെ ജില്ലാ കമ്മിറ്റി പ്രസിഡൻ്റായിട്ട് ഞാൻ വരുന്നതിന് മുമ്പ് രസകരമായ ഒരു സംഭവമുണ്ടായി. സഖാവ് കുഞ്ഞാലി വെടിയേറ്റ് മരിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം ആ സമയത്ത് MLA ആയിരുന്നു നിലമ്പൂരിൽ നിന്ന്. അദ്ദേഹം മരിച്ചപ്പോൾ ഒഴിവ് വന്ന ആ സീറ്റിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് എല്ലാവരും കണ്ടുപിടിച്ചത് കോൺഗ്രസ്സിലല്ലാത്ത ഒരു നേതാവിനെയായിരുന്നു, MP ഗംഗാധരൻ എന്ന വക്കീൽ. അദ്ദേഹം അതുവരെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു. രാഷ്ട്രീയത്തിൽ സജീവമല്ലാതെ നിൽക്കുന്ന കാലത്താണ് ഈ തെരഞ്ഞെടുപ്പുണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ സ്വതന്ത്രനായി നിൽക്കാൻ സമ്മതിച്ച് ആ തെരഞ്ഞെടുപ്പിൽ MP ഗംഗാധരൻ ജയിച്ചു. 1980 അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ്റിനെതിരായി അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും എതിർപ്പും ഇന്ത്യയിലാകമാനം ഉയർന്നു വന്നു. ഇന്ദിരാഗാന്ധിയെ തിരിച്ചു വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്നുള്ള മുദ്രാവാക്യം അലയടിച്ച് ഉയർന്നു. അവസാനം മൊറാർജി ദേശായി ഗവൺമെൻറ് അധികാരം വിട്ടൊഴിഞ്ഞു. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും അസംബ്ലി തിരഞ്ഞെടുപ്പും ഒരുമിച്ചാണെങ്കിലും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ പോളിംഗ് ആദ്യം, അസംബ്ലി പിന്നെ, രണ്ടും ഒരുമിച്ചാണ് പ്രചാരണം നടത്തുന്നത്. ഇതിൽ അസംബ്ലി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് വേണ്ടി എൻ്റെ വിഭാഗം കോൺഗ്രസ്സുകാർ എറണാകുളത്തുള്ള മേഴ്സി ടൂറിസ്റ്റ് ഹോമിൽ KPCC എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു. അതിൽ മലപ്പുറത്ത് നിന്ന് മെമ്പർമാരായി ഞാനും MLA MP ഗംഗാധരനും മാത്രമാണ്. ചർച്ച മുന്നോട്ട് പോയപ്പോൾ നിലമ്പൂരിലേക്ക് എത്തി. ആരാണ് മത്സരിക്കേണ്ടത് എന്ന അഭിപ്രായം വരുന്നതിന് മുമ്പ് ബഹുമാന്യനായ മുഖ്യമന്ത്രി കരുണാകരൻ പറഞ്ഞു, TK ഹംസ അല്ലാതെ വേറെ ആരും മത്സരിക്കാൻ. അത്രയും ബഹുമാനത്തോടു കൂടിയാണ് എൻ്റെ പേര് അദ്ദേഹം സജസ്റ്റ് ചെയ്തത്. പൊന്നാനിയിലൊരു സീറ്റും കോൺഗ്രസിനുണ്ട്, ബാക്കിയൊക്കെ ലീഗിനാണ്. ആ സീറ്റിൽ മത്സരിക്കേണ്ടത് DCCയുടെ ഖജാഞ്ചി മോഹനകൃഷ്ണനാവട്ടെ എന്ന് പറഞ്ഞു. MP ഗംഗാധരന് ഉറപ്പുള്ളൊരു സീറ്റ് വേറെ അദ്ദേഹം കണ്ടുവച്ചിരുന്നു. അതാണ് പട്ടാമ്പി. പട്ടാമ്പിയിൽ ഒറ്റയ്ക്ക് തന്നെ നമ്മൾ ജയിക്കാവുന്നതാണ്. അവിടെ വിഭാഗങ്ങളിൽ കൂടിയാൽ ജയിക്കുന്ന ഉറപ്പല്ലേ. അത് ഗംഗാധരന് കൊടുത്തു. നിലമ്പൂരിൽ ഞാൻ മത്സരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി പൊതു തെരഞ്ഞെടുപ്പിൽ ജയിച്ച് പ്രധാനമന്ത്രിയായ കാലമാണ്. എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ബഹുമാന്യായ ഇന്ദിരാഗാന്ധി നിലമ്പൂരിൽ വന്നു. ഹെലികോപ്റ്ററിൽ ഇറങ്ങി ചാണ്ടി സാറും അദ്ദേഹവും കരുണാകരനും ഇന്ദിരാഗാന്ധിയും ഒരുമിച്ച് സ്റ്റേജിൽ കയറി അങ്ങേയറ്റം വരെ എൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ദിസ് ഈസ് മൈ കാൻഡിഡേറ്റ്, പ്ലീസ് കാസ്റ്റ് യുവർ വോട്ട് ടു TK ഹംസ. അതൊക്കെ നല്ല പ്രചരണവും ശക്തിയായി പോയിരുന്നെങ്കിലും എൻ്റെ ഭാഗത്ത് ലീഗ് മാത്രമേ ഉള്ളൂ. കേരള കോൺഗ്രസും മറ്റുള്ള ഘടകകക്ഷികളൊക്കെ മറുവശത്താണ്. കോൺഗ്രസിൽ ഒരു വിഭാഗവും അപ്പുറത്താണ്. കഷ്ടകാലത്തിന് 6000 വോട്ടിന് ഞാൻ പരാജയപ്പെട്ടു പോയി. പൊന്നാനിയിൽ മോഹനകൃഷ്ണനും പരാജയപ്പെട്ടു. പട്ടാമ്പിയിൽ ഗംഗാധരൻ ജയിച്ചു, MLA ആയി.
80-ൽ ആ വിജയത്തിന് ശേഷം കേരളത്തിൽ മൊത്തത്തിൽ ഇടതുപക്ഷ മുന്നണി തന്നെയാണ് ഭൂരിപക്ഷം നേടിയത്. ബഹുമാനപ്പെട്ട EK നായനാർ മുഖ്യമന്ത്രിയായി. അതിൽ കേരള കോൺഗ്രസും മറ്റ് എ വിഭാഗം കോൺഗ്രസും ഒക്കെ അതിൽ മെമ്പർമാരായിരുന്നു. എൺപതിലെ തെരഞ്ഞെടുപ്പിൽ ഞാൻ പരാജയപ്പെട്ടതോടുകൂടി കരുണാകരനും MP ഗംഗാധരനും അവർക്ക് എന്നോടുണ്ടായിരുന്ന മനോഭാവത്തിൽ മാറ്റം വരുന്നതായി എനിക്ക് തന്നെ കാണാൻ തുടങ്ങി. നിലമ്പൂരിൽ ഞാൻ പരാജയപ്പെട്ടത് എൻ്റെ മോശം കൊണ്ടാണ് എന്ന പ്രചരണം ആ വിധത്തിൽ പാർട്ടിയിൽ ഉടലെടുത്തു. ചുരുക്കത്തിൽ സംഘടനയിൽ ചില മാറ്റങ്ങൾ വേണം എന്നുള്ള അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം വെച്ചു. എൻ്റെ വീട്ടിൽ വെച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. തെളിവെടുപ്പിന് ആദ്യം വന്നത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് KM ചാണ്ടിയായിരുന്നു. അതിൻ്റെ തെളിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഘടകങ്ങളും പാർട്ടി INTUC, യൂത്ത് കോൺഗ്രസ് ഇവരെല്ലാം വന്ന് തെളിവ് കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ അവരൊക്കെ എന്തൊക്കെ പറയുന്നത് ഏതാണ്ട് ഞാനും മനസ്സിലാക്കണം. ആരും എതിർപ്പില്ല. ഒരു 5 മണിയായതോടു കൂടിയാണ് നമ്മുടെ ലീഡർ കരുണാകരൻ വരുന്നത്. കരുണാകരൻ വന്നതോടുകൂടി പുതിയ ചില സെറ്റ് തെളിവ് കൊടുക്കാൻ വരികയാണ്. പിന്നീടുണ്ടായ ചർച്ചയും തെളിവും ഒക്കെ ഞാൻ സ്ഥാനത്ത് നിന്ന് മാറണം എന്നുള്ള അടിസ്ഥാനത്തിലാണ്. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് അന്ന് തന്നെ എനിക്ക് ബോധ്യമായിട്ടുണ്ട്. അവസാനം തെളിവ് അവസാനിപ്പിച്ച് എല്ലാവരും പുറത്ത് നിർത്തി DCCI പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെ വിളിച്ചു വരുത്തി. എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ സ്ഥാനത്ത് നിന്ന് മാറണം എന്നാണ് പൊതുവെ കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിപ്രായം എന്ന് പറയുന്നത് കരുണാകരനാണ്. ചാണ്ടി സാർ ഒന്നും മിണ്ടുന്നില്ല. ഗംഗാധരൻ അതിനനുകൂലിച്ചിങ്ങനെ ഒരു കമൻസും. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഏതായാലും ഒരു വിരോധവും എനിക്കില്ല, ഞാൻ മാറാൻ തയ്യാറാണ്, എനിക്ക് നിർബന്ധമില്ല. ഏതായാലും എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയി. എൻ്റെ പ്രാക്ടീസും പോയി, കുടുംബത്തിലും തകരാറായി. അതെല്ലാം ഞാൻ സഹിച്ചു. ഇത് ഞാൻ ഒഴിയണം, എന്നിട്ട് പാർട്ടി നന്നാവുകയാണെങ്കിൽ ഞാൻ റെഡി എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവായി. അങ്ങനെ ആ ചർച്ച അവസാനിപ്പിച്ചു. അവർ തിരുവനന്തപുരത്ത് പോയി. 3-ാമത്തെ ദിവസം ഓർഡർ വന്നു. അതിൽ MP ഗംഗാധരൻ പ്രസിഡൻറ്റും 3 സെക്രട്ടറിമാരിൽ ഒരാളായി ഞാനും. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അപമാനമായിരുന്നു. ദുർഘടഘട്ടത്തിൽ പ്രസിഡൻ്റായി പ്രവർത്തിക്കുകയും എല്ലാം വിസ്മരിച്ചുകൊണ്ട് പോരാട്ടം നടത്തുകയും ചെയ്ത് കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു, കേരളത്തിലും വരാൻ പോകുന്നു. ആ ഘട്ടത്തിൽ ഞാൻ വരാതിരിക്കണം എന്ന് ഇവർക്ക് നേതാക്കന്മാർക്ക് ആഗ്രഹം വരുന്നു എന്ന് ബോധ്യം വന്നതിൻ്റെ ദുഃഖം എനിക്കുണ്ടായിരുന്നു. ഞാനത് സഹിച്ചു. അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി അപ്പം തന്നെ സെക്രട്ടറി ആക്കൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല, വേറെ ഒരു പാർട്ടിയിലുമില്ല. അതും ഞാൻ സഹിച്ചു. ഏതായാലും ആത്മാർത്ഥമായി അച്ചടക്കത്തോടു കൂടി പ്രവർത്തിച്ചു. അതിനിടക്കാണ് ആര്യാടൻ, പാർലമെൻറ്റിൽ തോറ്റ ആര്യാടനെ അസംബ്ലിയിലേക്ക് കോൺഗ്രസ് CPM മുന്നണിയിൽ മന്ത്രിയായി അവർ നിയമിച്ചു. ആ മന്ത്രിക്ക് മത്സരിക്കാൻ വേണ്ടി നിലമ്പൂരിൽ എന്നെ തോൽപ്പിച്ച് ജയിച്ച ഹരിദാസ് രാജിവെച്ചു. ആ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥി വേണമല്ലോ. അവിടെയൊന്നും വേറെ ആലോചനയൊന്നുമില്ല, പുറമേ നിന്നൊരാളെ കൊണ്ടുവരണമെന്നാണ്. അത് നിർദ്ദേശിച്ചത് MP ഗംഗാധരനായിരുന്നു. അത് അംഗീകരിച്ചത് കരുണാകരനും. അപ്പോൾ ഗൂഢാലോചന വ്യക്തമാണ്. ആ അടിസ്ഥാനത്തിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി. തെരഞ്ഞെടുപ്പിൽ വലിയ പോരാട്ടം. കോൺഗ്രസ് വിഭാഗത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ നേതൃത്വം കരുണാകരൻ നേരിട്ട് ഏറ്റെടുത്തു. വലിയ യുദ്ധം തന്നെയാണ് നടന്നത്. ഞാൻ എൻ്റേതായ പങ്ക് അച്ചടക്കമുള്ള ഒരു പ്രവർത്തകനെ പോലെ നിർവഹിച്ചു.
അവസാനം വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ 19,500 വോട്ടിന് ആര്യാടൻ ജയിച്ചു. കോൺഗ്രസിൽ ഐ വിഭാഗവും ലീഗും മാത്രമുള്ളപ്പോൾ 6,000 വോട്ടിനാണ് ഞാൻ പരാജയപ്പെട്ടത്. എല്ലാ ശക്തിയും കൂട്ടി മത്സരിച്ച ആര്യാടനെ തോൽപ്പിക്കാൻ കരുണാകരൻ നേരിട്ട് വന്നിട്ടും 19,000-നാണ് തോറ്റത്. അപ്പോൾ സംഗതികൾ ആളുകൾക്കൊക്കെ ബോധ്യമായി. കാര്യങ്ങൾ മുന്നോട്ട് പോയി. കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഗംഗാധരൻ പ്രസിഡൻ്റായിട്ടുള്ള കോൺഗ്രസ് സംഘടന നിർജീവമായി തുടങ്ങി. ഒരു മനുഷ്യൻ ഓഫീസിലേക്ക് വരാത്ത സ്ഥിതി വന്നു. കോൺഗ്രസ് സംഘടന ചലിക്കാത്ത ഒരു ഭൂതമായി മാറി. അവസാനം 6-7 മാസം കഴിഞ്ഞു. ഒരു KPCC എക്സിക്യൂട്ടീവിന് ആലുവ ടൂറിസ്റ്റ് ഹോമിൽ ഞങ്ങൾ സമ്മേളിച്ചു. ആ സമയത്തേക്ക് കരുണാകരൻ്റെ മനോഭാവം മാറി. കാരണം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയാൽ വരാനിരിക്കുന്ന ഭാവിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള പുനഃസംഘടനയാണ് പിന്നെ ആലോചിക്കുന്നത്. അവർക്കതിന് തെളിവും വേണ്ട, ഒന്നും വേണ്ട. അവരൊരു തീരുമാനമെടുത്തിട്ട് എന്നെ വിളിച്ചിട്ട് റൂമിൽ കൊണ്ടുപോയിട്ട് കരുണാകരൻ പറയാണ്, കോൺഗ്രസ് ദുർബലമായിട്ടുണ്ട്, ക്ഷീണിച്ചു പോയിട്ടുണ്ട്, ഹംസ വീണ്ടും കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് ആവണം. ഞാൻ വളരെ ദുഃഖത്തോടും നീരസത്തോടും കൂടി അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഏറ്റെടുക്കാം, പക്ഷേ ഞാൻ ദുഃഖിതനാണെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിലെപ്പോഴുണ്ടായ വികാരം എന്താണെന്നറിയോ? അത് വെച്ചുകൊണ്ട് അന്തസ്സായിട്ട് ഒരു ചെറുത്തുനിൽപ്പ് നടത്തണം. DCC പ്രസിഡന്റ് സ്ഥാനം കയ്യിൽ കിട്ടുമല്ലോ. അതിലും പ്രതികൂലമായ ധീരത നിലപാടാണ് ഉണ്ടാകുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാം എന്നൊരു മനോഭാവം, ഒരു പ്രതികാര വാഞ്ച എൻ്റെ മനസ്സിലുണ്ടായി. അത് വെച്ച് ഞാൻ ഏറ്റെടുത്തു. കൂടുതൽ ഊർജ്ജസ്വലമായി സംഘടനാ പ്രവർത്തനം നടത്താൻ തുടങ്ങി. ഓഫീസിൽ ആൾ വരാൻ തുടങ്ങി, യോഗങ്ങൾ നടന്നു, സംഘടന പൂർവാധികം ശക്തിപ്പെട്ടു വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുന്നണി സംവിധാനത്തിൽ പിന്നെയും മാറ്റം വരുന്നത്. മുഖ്യമന്ത്രി നായനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൽ നിന്ന് കേരള കോൺഗ്രസും ആൻ്റണി കോൺഗ്രസും ഒക്കെ വിട്ടുവന്ന് കരുണാകരൻ്റെ കൂടെ നമ്മളെ ഭാഗത്തേക്ക് വരികയാണ്. അങ്ങനെ വന്നപ്പോൾ IA ഒരു വേദിയിൽ വരും. ഈ സംഭവത്തെക്കുറിച്ച് അന്തിമമായ തീരുമാനമെടുക്കാൻ എറണാകുളത്ത് വെച്ച് എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു. ഞാൻ DCC പ്രസിഡൻറ്റുമാണ്. ആ യോഗത്തിൽ I വിഭാഗത്തിൻ്റെ യോഗമാണ്. ആ വിഭാഗത്തിൽ ഇങ്ങനെ പലതും ചർച്ച ചെയ്യുകയാണ്, തിരഞ്ഞെടുപ്പിനെ പറ്റിയൊക്കെ. അവസാനം ഞങ്ങളൊരു 3-4 ആളുകൾ, അതിൽ സേവിയർ അറക്കൽ, കോട്ടയം DCC പ്രസിഡൻറ്റ് PS ജോൺ, ഞാൻ PP തങ്കച്ചൻ എറണാകുളം ജില്ലാ പ്രസിഡൻറ്റ്, ഞങ്ങൾ 4 ആളും കൂടി ആലോചിച്ചു, ഇത് A വിഭാഗം ഇങ്ങോട്ട് വരികയാണല്ലോ, അവരതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്താനുള്ള ചർച്ചയാണ് A വിഭാഗത്തിലെ സംഘടനയിൽ നടക്കുന്നത്. I വിഭാഗത്തിൽ മുണ്ടുന്നില്ല, കരുണാകരൻ മനസ്സിൽ മാത്രം വെക്കുകയാണ്. അങ്ങനെ സംഘടനയിൽ നമ്മൾ ഒന്നും അല്ലാതാകുന്നൊരു സ്ഥിതി ശരിയല്ലല്ലോ. അതുകൊണ്ട് അത് പറയണം. എന്താണ് ഞങ്ങൾ വേണ്ടത്? അവരെപ്പോഴാണ് വരിക? അവരെങ്ങനെ സമീപിക്കണം? വരികയാണെങ്കിൽ സംഘടനയായിട്ട് നിന്നോട്ട്, ഇതിനകത്ത് കയറാൻ പാടില്ല എന്നുള്ള നിലപാടാണ് ഞങ്ങൾക്ക്. ഇത് ആ കമ്മിറ്റിയിൽ ആര് പറയുമെന്ന് വെച്ചു. അവസാനം അവർ 3 ആളും പറഞ്ഞ് ഹംസക്ക പറയുന്നു. ഞാൻ കയറിയാണ് പറഞ്ഞത്. അതോടുകൂടി കരുണാകരൻ്റെ വിദ്വേഷവും വെറുപ്പും എന്നോട് ശക്തിപ്പെട്ടു. ഞാൻ പറഞ്ഞു, A വിഭാഗത്തിൽ ഇങ്ങനെ ഒന്നാവണ ചർച്ച നടക്കുന്നുണ്ട്, I വിഭാഗത്തിൽ ഒന്നും പറയുന്നില്ല. ഞങ്ങളൊരു ദുർഘടഘട്ടത്തിൽ എന്ത് പണയം വെച്ച് പോരാടിയവരാണ്. ഞങ്ങളുടെ സ്ഥിതി എന്താണ്? അവസരവാദികളും സ്ഥാനമോഹികളും എന്തും ചെയ്യാൻ മടിക്കാത്തവരുമായിട്ടുള്ള A വിഭാഗത്തിലെ കള്ളവിഭാഗം ഇതിനകത്ത് കടന്നാൽ ഞങ്ങളുടെ സ്ഥിതി എന്താണ്? ഇതറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന രീതിയിൽ ഞാൻ നന്നായിട്ടങ്ങ് പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ കരുണാകരൻ ചോദിച്ചു, തന്നോട് ആര് പറഞ്ഞു ഇത് പറയാൻ? തനിക്കെന്താ ഇത് പറയേണ്ട ആവശ്യം? അപ്പോഴാണ് ഞാനായിട്ട് എൻ്റെ വ്യക്തിത്വം കാണിച്ചത്. ഞാൻ പറഞ്ഞു, ഈ സംഘടനയിൽ എൻ്റെ അഭിപ്രായം പറയാൻ ഒരാളുടെ ശുപാർശ വേണ്ട. ഞാൻ ഒരുപാട് കാലമായി ഇതിൽ പ്രവർത്തിക്കുന്നു. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അത് പറയാൻ ആരുടെയും സമ്മതം വേണോ? അതെന്താ ഞങ്ങൾ തീരുമാനിച്ചോളി. അതോടുകൂടി ഞാൻ കരുണാകരൻ്റെ നോട്ടപ്പുള്ളിയായി. അദ്ദേഹം ആ യോഗം അവസാനിപ്പിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിന് അവർ ചെറിയൊരു കമ്മിറ്റി കൂടിയിട്ടാണ് ഇത് തീരുമാനമെടുക്കുന്നത്. അതിൽ എക്സിക്യൂട്ടീവ് ആ തീരുമാനത്തിൽ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ 14 ജില്ലയിൽ പ്രസിഡന്റുമാരിൽ
13 ആളുകൾക്കും അവർ സീറ്റ് കൊടുത്തു. എന്നെ മാത്രം മാറ്റി നിർത്തി. എല്ലാവരും പോയി, ഞാൻ പോകാതെ അവിടെ ഇരുന്നു. ഞാനും കരുണാകരനും തമ്മിൽ സംഭാഷണം ആരംഭിച്ചു. ഞാൻ ചോദിച്ചു, എന്നെ മാത്രം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റി നിർത്താൻ എന്താണ് കാരണം? ഈ ചോദ്യത്തിൽ അദ്ദേഹം ഉത്തരം മുട്ടിയപ്പോൾ ഒരു സുഖകരമല്ലാത്ത സ്വഭാവം. അപ്പോൾ ഞാൻ എണീറ്റു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നാൽ ഞാൻ പോട്ടെ. അപ്പോഴും മിണ്ടുന്നില്ല. ഞാൻ 2 അടി ഇറങ്ങിയിട്ട് തിരിച്ചങ്ങോട്ട് തന്നെ തന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ലീഡറെ ഒരു കാര്യം ഞാൻ പറയാം.